വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ അങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ബസ് സിലിണ്ടർ ഇൻഡോനേഷ്യയുമായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഏത് ബസ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സൈഡ് ഭാഗം കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കറും അതേമാതിരി നമ്മളെ സൈഡ് വ്യൂ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏതാണ് ബസ്സെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നോക്കട്ടെ ആർക്കൊക്കെ അറിയാം, ഈ സൈഡ് വ്യൂ ഒക്കെ വെച്ചിട്ട് ആർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇതേതാ ബസ്സെന്ന്. നമുക്ക് നേരെ റിവ്യൂ ചെയ്താലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ബസ്സാണ് ഗൈസ്, നമ്മുടെ ഡൊറാഡോൻ്റെ ടെർബോ ആണ് ഗൈസ് നമ്മളിന്ന് കൊണ്ടുവരിക്കുന്നത്. സെഡാസ്ത്ര ഫ്രണ്ടിൽ, സെഡോൺ ബാക്കാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ സെഡാസ്ത്രയിൽ ഡൊറാഡോൻ്റെ ടെർബോ ആണ് ഗൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നൈസായിട്ട് വണ്ടി ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ ഓണാക്കുന്ന സൗണ്ട് കേൾപ്പിച്ചു തരാം. ഗൈസ്, നമ്മളെ വണ്ടി അങ്ങനെ സ്റ്റാർട്ടാക്കി ഒന്ന് റേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പതിയെ നമ്മൾ ലൈറ്റൊക്കെ ഒന്ന് ഇട്ടാലോ ഗൈസ്. നമ്മൾ ഇൻറ്റീരിയർ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെ പാസ് ലൈറ്റാണ് ഗൈസ് അത്. പാസ് ലൈറ്റ് ഉണ്ട്, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മളെ നെയിം ബോർഡ് കത്തും, ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ പിക്സലാണ് കൊണ്ടുവന്നത്, ഒന്നും നോക്കിയില്ല, ഫുൾ പവറേജ് ആക്കി ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ വ്യൂ നോക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ, നമ്മുടെ ടെർബോയുടെ ഇൻറ്റീരിയർ വ്യൂ ഇതാണ് ഗൈസ്. നല്ല കുരിശൊക്കെ ഉള്ള മാലയുണ്ട്. പോകുന്ന വഴിക്ക് ഒരു കുരിശും ഇല്ലാണ്ട് നിന്നാൽ മതിയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ ബാക്ക് കാണിച്ചു തരാം. നമ്മുടെ ബാക്കിൽ ടെർബോയിലും ലൈറ്റ് ഉണ്ട് ഗൈസ്. അത് ഞാൻ പുതുതായിട്ട് പ്രത്യേകതരം ഒരു കണ്ടുപിടുത്തത്തിൽ കിട്ടിയതാണ് ഗൈസ്. അതായത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ മോഡ് വരുന്നത് TVZ BS6 സെഡാസ്ത്ര TVZ BS6 ആണ്. അതിൻ്റെ മോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതേമാതിരി ലിവറിയും ഡിസ്ക്രിപ്ഷനിലിടാം. നമ്മുടെ ഈ ഫ്രണ്ടിലെ പിക്സൽ ലൈറ്റും അതേമാതിരി ബാക്കിൽ ടെർബോനൊരു ലൈറ്റും ഉള്ളത് ഡിസ്ക്രിപ്ഷനിലിടാം ഗൈസ്. അപ്പോൾ ഈ ഒരു മോഡ് അത്യാവശ്യം നല്ലതായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നമ്മളെ വണ്ടി എടുക്കുന്നതിനെക്കാട്ട് മുന്നേ നമ്മൾ ഇന്നത്തെ വീഡിയോന് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 100 ലൈക്സ് ആണ് ഗൈസ്. കുറേ പേര് ഈ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് പവർ ചെയ്ത് വെക്കുക ഗൈസ്. നമ്മളെ ഈ ഒരു വീഡിയോ നമ്മൾ 100 ലൈക്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇൻറ്റീരിയറിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിന്ന് പാട്ട് ഇടണോ ഗൈസ്? നിങ്ങൾ ഈ ഒരു വീഡിയോ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പാട്ട് ഇടണോ അടുത്ത വീഡിയോയിൽ നിന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാത്തൊരു പാട്ട് നമുക്ക് സെലക്ട് ചെയ്തിടാം, അതാകുമ്പോൾ നമുക്ക് കുറച്ച് വൈബാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത്. ഓക്കെ, നമുക്ക് ചെറിയൊരു ഹൈവേ ഉള്ളൊരു സ്ഥലമാണ് ഗൈസ് ഇവിടെ. നമുക്ക് ലെഫ്റ്റിലോട്ട്, ഇവിടുന്ന് ലെഫ്റ്റാണ്. അത്യാവശ്യം നല്ലൊരു ബൈപ്പാസ് തന്നെയാണ് ഗൈസ് ഇവിടെ വരുന്നത്. നമുക്ക് ഇവിടുന്ന് ഒന്ന് പതിയെ ലെഫ്റ്റ് എടുക്കുക. ഓക്കെ ഗൈസ്, ഇവിടുന്ന് നല്ലൊരു ചെറിയൊരു സ്ട്രെയിറ്റ് റോഡാണ്. നമുക്കൊന്ന് റേസ് ചെയ്ത് വിടാം ഗൈസ് വണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ഹൈവേ കഴിഞ്ഞേക്കാട്ടും മുന്നേ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഒരു ടൈമാണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് ഒന്നും ഇങ്ങനെ നോക്കാനില്ല, അതുകൊണ്ട് എല്ലാവരും പോയി ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും കാണുന്നുണ്ട്, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഗൈസ്. പിന്നെ ഞാൻ ഇതിലെടുത്തത് 2K ലിവറിയാണ് ഗൈസ്, ഡൊറാഡോൻ്റെ. കാരണം എൻ്റെ ലോ ആൻഡ് ഡിവൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 4K അല്ല ഗൈസ്, ഇത് 4K ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് 6K ലിവറി അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും അത് വേണമെങ്കിൽ അതെടുക്കുക. ഓക്കെ, അങ്ങനെ അടുത്തൊരു ലോഡിങ്ങിലോട്ടായിട്ടുണ്ട്. അപ്പോൾ 6K ലിവറി ഉണ്ട്, അതേമാതിരി 4K ഉണ്ട്. ഞാൻ 4K ആണ് എടുത്തത്, ലോ ആൻഡ് ഡിവൈസ് ആയതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈ എൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 6K ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല അത്യാവശ്യം അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ കിട്ടും. പിന്നെ ഞാനിപ്പോൾ നമ്മളെ ഗ്രാഫിക്സ് ഇട്ടത് ഏകദേശം ഒരു മീഡിയം ലെവലിലാണ്, കാരണം എൻ്റെ ഡിവൈസിൽ അത് ഓടില്ല, അതുകൊണ്ടാണ് ഗൈസ്. ഈ ഒരു മാപ്പിൽ അത്യാവശ്യം ഹൈവേ തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എക്സ്റ്റീരിയർ വ്യൂ ഇട്ട് ഓടിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ എക്സ്റ്റീരിയർ വ്യൂ. ഓക്കെ ഗൈസ്, നമ്മളെ മുന്നിലൊരു ആംബുലൻസ് ഉണ്ട്.
നമ്മൾ ചെക്കിങ് ചെയ്യണം അവിടുന്ന്. ടോൾ ബൂത്താണ് ഗൈസ്. ഓക്കെ, യൂസ് ഫ്രീ മണി. നമ്മൾ ഫ്രീ മോഡാണ് എടുത്തത്. എനിക്ക് ഈ ഒരു മോഡൽ അത്യാവശ്യം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ബാക്കിലത്തെ ടർബോൻ്റെ ലൈറ്റാണ് ഗൈസ്. കാരണം വേറൊരു മോഡൽ അങ്ങനെ ബാക്ക് ലൈറ്റ് പിക്സൽ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല. അതിൽ ഞാൻ സംതൃപ്തി അടയുന്നു, ഇല്ല സന്തുഷ്ടനാകുന്നു ഗൈസ്. ചെറുതായിട്ടൊന്ന് തട്ടി, വേറെ പ്രശ്നമില്ല. സൈഡേ ഇവിടെ ചെങ്ങ സൈഡ് വരുന്നു തോന്നുന്നു. ഓക്കെ, രണ്ട് ഹോൺ എടുപ്പിച്ചടിച്ചാൽ മതി. ആംബുലൻസ് ആണ് ഗൈസ്, അത് പോയിക്കോട്ടെ. ആംബുലൻസ് ആണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തോ ആംബുലൻസിൻ്റെ സംസ്ഥാനം തമ്മിലുള്ള 1 2 3 ആംബുലൻസൊക്കെ നിരന്നാണ് ഗൈസ്. അപ്പോൾ ആംബുലൻസിൻ്റെ സൈഡ് ഒന്നുണ്ട്, അവനെ കൊണ്ട് സൈഡാക്കാം. ഇങ്ങനെ ഇവർ നിരത്തുനിന്ന് പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ സ്പീഡിൽ പോകും, അല്ലെങ്കിൽ പതുക്കെ പോകും, അല്ലെങ്കിൽ സൈഡ്. ഇത് രണ്ടും ഇല്ലാണ്ട് റോഡിന് നടുക്കോട് എടുത്തു കഴിഞ്ഞാൽ സ്വഭാവം മാറും. KSRTC ഒക്കെ പോകുന്നുണ്ട്. ഭയങ്കര ട്രാഫിക്കാണ് ഗൈസ്. സൈഡൊക്കെ ഒന്ന് തട്ടുന്നുണ്ട്. ഹോണടിച്ച് എടാ മുന്നിൽ തോന്നല്ലടാ. അവന് മാറും. ഏതായാലും ഇവനെയും കൂടി ഒന്ന് നോക്കി ഗൈസ്. ഇതൊന്ന് മാറടേ. ഇന്റീരിയർ ഇട്ട് പിടിക്കുക ഗൈസ്. കുറച്ചുകൂടെ പ്രൊഫഷണാലിസം കിട്ടും. എടാ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ട്രാഫിക് തന്നെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇത് ഓവർടേക്ക് ചെയ്യാൻ ചെറിയൊരു ഗ്യാപ്പ് പോലും ഇല്ല ഗൈസ്. മാറടാ, എന്താടാ അത്? ചെങ്ങായി മുന്നിൽ പോകുന്നതിന് സൈഡാക്കണം. എല്ലാവരും മാറും. ആ റൂട്ടിൽ പാടില്ല. ഞാൻ പോകുന്ന ഈ കാലിയാണ് ഗൈസ്. എങ്കിലേ നമുക്ക് നല്ല കവറേജ് ആയിട്ട് വിടാൻ പറ്റും. അയ്യാടെ നിന്ന് ഞാൻ സൈഡിൽ കൂടെ പോകണം. ഞാൻ മിക്കവാറും അവിടെ എത്താൻ നേരത്തെ ആയിരിക്കും. ഇവിടെ എന്താടാ അത്? ആക്സിഡൻറ്റ് സംസാരം തന്നെയാണ്. കുറേ ആംബുലൻസ് പോകുന്നുണ്ട് ഗൈസ്. അയ്യോ എടാ, ഈ ആംബുലൻസ് ഡ്രൈവറിന് വട്ടാടാ. ഞാൻ പ്രതീക്ഷിച്ച് ചെറിയൊരു കൺട്രോൾ കിട്ടിയില്ലായിരുന്നു. പക്ഷെ പ്രശ്നമുള്ള വണ്ടി ഫുൾ 100% ലൈഫിലാണുള്ളത്. ഇന്നലെ ഒരു KSRTC പോകുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ വളവിന് പെട്ടെന്ന് കൺട്രോൾ കിട്ടില്ല ഗൈസ്. സത്യം പറയാലോ, ഉള്ളത് പറയാലോ, സത്യമായിട്ട് എനിക്ക് ആ വളവിന് കൺട്രോൾ, അങ്ങനത്തെ വളവിന് കൺട്രോൾ കിട്ടില്ല. ഇവിടെയൊക്കെ പിന്നെ നോക്കാം. മുന്നിലൊരു സ്കൂൾ ബസ് പോകുന്നുണ്ട്. സ്കൂൾ ബസ്സല്ലല്ലോ, സ്കൂൾ ബസ് തന്നെയാണ്. ഇംഗ്ലീഷ് മീഡിയം പാലായാലും തൈരായാലും സൈഡ് വന്നാൽ ഞാനങ്ങ് പോയി. എടാ, ആംബുലൻസുകാർ കൂടുതലാട്ടോ ഇവിടെ, ഒന്നും പറയാനില്ല. ഇന്നെന്താ ഹോസ്പിറ്റലിൽ വല്ല സമരമുണ്ടോ? സമരത്തിന് ആംബുലൻസ് ഓടില്ലല്ലോ. ആംബുലൻസ് ഒരു സൈഡ് തന്നാൽ ഞാനങ്ങ് പോവായിരുന്നു. അച്ഛൻ എങ്ങനെ സൈഡാക്കണോ അതിലൂടെ ഓവർടേക്ക് ചെയ്യണോ? സൈഡാക്കുന്നതായിരിക്കും ബെസ്റ്റ്. വേണ്ട. അല്ലൂറി വരുന്നതിന് പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറണം. ഇതിലൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റണം ഗൈസ്. മാസ്മരികമായ ബുദ്ധിയിലൂടെ ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഞാൻ വെച്ച KSRTC ഇപ്പം നമ്മളെ വട്ടം വെക്കുന്നു. പക്ഷെ പ്രശ്നമെന്നുള്ള നമ്മൾ നൈസായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അയ്യോ, അങ്ങനെ ഒരു പാലമൊക്കെ മുറിച്ച് കിടക്കുന്നു. സ്കൂൾ ബസ് വീണ്ടും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഓവർടേക്ക് ചെയ്യാം. അവനെ സൈഡാക്കുന്നുണ്ട. ഓക്കെ, നല്ലൊരു നീണ്ട ഇത് അത്യാവശ്യം ഇവിടെ അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല, കാരണം ഹൈവേ ആണ്. നല്ല വെച്ച് പിടിക്കാനല്ലാണ്ട് ട്രാഫിക് ഇല്ലാതല്ല. ഒരു 200 ഒക്കെ അടിക്കായിരുന്നു ഗൈസ്. താങ്ക് യു. മാറടാ. മാസ് കിട്ടോ ഒന്നും പറഞ്ഞു. ഞാൻ വ്യാഴ്ച തട്ടിന്ന് ഗൈസ്.
എടാ ഈ ആംബുലൻസുകാർ ഒന്നെങ്കിൽ അങ്ങോട്ട് മാറുകയാണെന്ന് മാറുക. ഇത് പതുക്കെ ഏഞ്ഞങ്ങ് വരുമ്പോഴത്തേക്ക് ഞാൻ 100 110 വരുന്നത്. ഞാൻ വിചാരിച്ച ഈ ആംബുലൻസിൽ തന്നെ കയറി പോകേണ്ടി വരും. പക്ഷെ പ്രശ്നമൊന്നുമില്ല, ഞാൻ നല്ല പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലൂടെ ഇങ്ങനെ കയറാം, ഇങ്ങനെ കയറി ഇവിടെ നിൽക്കുക. ഇനി ഇവിടെ ടോളാണ്, ടോള് കഴിയണം. നമുക്ക് പോയാലോ ഞാനിപ്പോൾ താത്തും മിക്കവാറും തുറക്കടേ. ഇത് പൊക്കാനാണെങ്കിൽ പിന്നെ താത്താന്ന് കണ്ടിരുന്നു മണ്ടൻ. ഓക്കെ, ഈ ഒരു വണ്ടീനെയും കൂടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ലോഡിങ് കഴിയും. അങ്ങനെ അടുത്തൊരു ലോഡിങ്ങിലോട്ട് എക്സ്റ്റീരിയർ വ്യൂ കിട്ടുമല്ലോ ഗൈസ്. എന്ത് പറയുന്നു? എക്സ്റ്റീരിയർ വ്യൂ എനിക്ക് ചെറിയൊരു കൺട്രോൾ പ്രശ്നമുള്ളതെന്നാണ് ഞാൻ എക്സ്റ്റീരിയർ എടുത്തത്. എക്സ്റ്റീരിയർ നമുക്ക് ബസ് കണ്ടിങ്ങനെ ഓടിക്കാം. പോയാ ഓക്കെ, അടുത്തൊരു ലോഡിങ്ങിലോട്ട് 7:42 ആയി ഗൈസ് ടൈം. നമ്മൾ രാത്രി 7:42 നമ്മുടെ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ KBC കണ്ണൂർ. ഓക്കെ ഗൈസ്, അങ്ങനെ അടുത്തൊരു ലോഡിങ്ങിലോട്ടാണ്. ഗൈസ് ഇവിടെ ഇതൊരു കോളനി അല്ല, ഒരു സ്ട്രീറ്റ് വൈബാണ്. ഇവിടുന്ന് നമുക്കൊന്ന് വെട്ടിച്ചൊക്കെ പോവാം. നേരത്തെ സത്യം പറയാൻ ഞാൻ വിചാരിച്ച തട്ടിന്ന് കേട്ടോ ഈ ആംബുലൻസിന്. ഓക്കെ ഗൈസ്, ഞാനവിടുന്ന് വണ്ടി വരുന്നത്, ഞാനവിടുന്ന് പോകുന്നത്. അയ്യോ, ലെഫ്റ്റിലോട്ടാണ്. ഓക്കെ ഗൈസ്, നമ്മളെ ഒരു നഗരത്തിലോട്ട് എത്തിയിട്ടുണ്ട്. സൈഡിൽ ഗ്യാരേജൊക്കെ ഉണ്ട്. ഗ്യാരേജ് കയറ്റേണ്ട അവസ്ഥ നമ്മുടെ വണ്ടിക്ക് ഇപ്പം ഇല്ല. ഇപ്പോൾ ഞാനത് അഭിമുഖീകരിക്കുന്നില്ല. മുന്നിൽ വേറൊരു കേരളയിലൊരു വണ്ടി പോകുന്നുണ്ട്. ആരോ തട്ടി, ഞാനാണെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അത് നമ്മളെ എൻജോയ് ഹോളിഡേയ്സിൻ്റെ വണ്ടിയാണ്. ഇതിന് ഒരു സൗണ്ട് ഡിസ്ട്രാക്റ്റ് ആകുന്നുണ്ടോ എന്നറിയില്ല, ഫാൻ ഇട്ടതാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, ഞാൻ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ട്രാഫിക്കാണ്, മിക്ക ട്രാഫിക്കൊന്നും ഒരു വിഷയമല്ല. പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് ട്രാഫിക് ഒന്നും നോക്കേണ്ടതേ ഇല്ല. ട്രാഫിക് അധികം നോക്കിയില്ലെങ്കിൽ ട്രാഫിക് നമ്മളെ നോക്കും. പോലീസ് സ്റ്റേഷനിൽ കയറാൻ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം എന്തിനാ അങ്ങോട്ട് വരുന്നേ? നില്ല് അനിയാ, നില്ല്, സൈഡ് കൂടെ പോടാ. പോയടാ. അയ്യോ എടാ ചെങ്ങായി. ഞാൻ പ്രൊഫഷണൽ ഡ്രൈവർ ഞാൻ പോട്ടറേ. അടുത്ത വന്നപ്പോൾ നെഞ്ചത്തോട്ട് കയറും. ഓക്കെ ഗൈസ്, നമ്മൾ ചെറിയൊരു റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇങ്ങനത്തെ വഴിയാണ് ഗൈസ് എനിക്ക് മാക്സിമം ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ വളയാനും കുറേ വണ്ടിയിലൊക്കെ അങ്ങനെ ഓവർടേക്ക് ചെയ്താലും ഒരു വൈബ് ഉണ്ടാവും. ഇവിടെ നിന്നാണ് ഹൈവേന്ന് അങ്ങനെ വലിയൊരു സുഖം ഉണ്ടാവില്ല ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓവർടേക്കിംഗ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഓവർടേക്കിംഗ് ഉള്ളൂ, പക്ഷെ കയറാനൊന്നും പറ്റൂല. നല്ല ട്രാഫിക് ഉണ്ട് ഗൈസ്. കയറൂല, സൈഡ് തട്ടും. കാറൊക്കെ ആണെങ്കിൽ നല്ല സുഖമായിട്ട് എടുത്ത് പോവാം. പക്ഷെ ഇത് ബസ്സായി പോയി. ഭയങ്കര നീളവും വീതിയൊക്കെ ഉള്ളതല്ലേ ഗൈസ്, അതുകൊണ്ടാണ്.
ഓക്കെ ഗൈസ്, ഒരു കോൾ വന്നതായിരുന്നു, വേറെ ഒന്നുമില്ല. ഓക്കെ, ടെർബോ കുഴപ്പമൊന്നുമില്ലല്ലോ ഗൈസ്. ചെറുതായിട്ട് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഏതായാലും വണ്ടി പുനരാരംഭിക്കാം ഗൈസ്. നമ്മൾ വീണ്ടും നമ്മളെ വണ്ടിയിലൂടെ എത്തിയിട്ടുണ്ട്. ഞാനതാണ് പെട്ടെന്ന് വണ്ടി ഒരു സ്റ്റെക്കും ഇല്ലാണ്ട് ഓടുമ്പോൾ പെട്ടെന്ന് സ്റ്റെക്ക് വന്ന് ഒരു കോൾ വന്നതായിരുന്നു. ഓക്കെ, പെട്രോൾ പമ്പിൻ്റെ അടുത്തൊക്കെ എത്തി. പക്ഷേ ഫുൾ ടാങ്ക് പെട്രോൾ ഇടാ 17 ലിറ്റർ ഉള്ളൂ ഗൈസ്. അടിക്കണോ? അടിക്കേണ്ടി വരത്തില്ല അല്ലേ? ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ കാണാം. നിങ്ങൾ സൗണ്ട് വണ്ടീൻ്റെ അത് കേൾക്കുന്നുണ്ടോ ഗൈസ്? ഞാൻ മാക്സിമം കുറച്ച് വെച്ചതായിരുന്നു, കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ എടുത്തപ്പോൾ ഭയങ്കര സൗണ്ട് കുറവ്. ഇപ്പോൾ സൗണ്ട് കൂടിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം എനിക്ക് ശരിക്കും അവിടെ കേൾക്കുന്നില്ല, വേറൊന്നുമില്ല. വളഞ്ഞേന് ഗൈസ്. ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ നമ്മളെ ബസ്സിൻ്റെ ലൈഫ് ഇതേപോലെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്താ പറയുക, നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. അല്ലേ വേണ്ട ഗൈസ്, മിക്കവാറും തട്ടു. അതുകൊണ്ടൊരു തട്ടുന്നൊന്നും ഉറപ്പില്ല. അതുകൊണ്ടൊരു 95ൻ്റെ താഴെ ഉണ്ടെങ്കിൽ, അല്ല മേലെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, അടുത്തൊരു ലോഡിങ്ങിലോട്ട്, മിക്കവാറും ഇത് നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ടുള്ള ലോഡിങ് ആയിരിക്കും. നമ്മളെ വീഡിയോ എൻഡ് ചെയ്യാനൊരു സമയമായി എന്ന് തോന്നുന്നു. നമ്മളെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്താണല്ലേ, 1 മിനിറ്റ് 56 സെക്കൻഡും ആയിപ്പോൾ. സെക്കൻഡ് കട്ടിൽ പിന്നെ മുന്നേ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. സൗണ്ട് ഇല്ലടാ, എനിക്ക് കേൾക്കണില്ല കേട്ടോ ശരിക്കും. ഫോണൊക്കെ നല്ല അടിപൊളി സൗണ്ട് ഉണ്ട്, പക്ഷെ വണ്ടീൻ്റെ സൗണ്ട് കുറവാണ്. കുഴപ്പമില്ല. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് ഇവിടുന്ന് നമ്മളെ എൻജോയ് ഹോളിഡേയ്സിൻ്റെ വണ്ടി അതിലൂടെ പോകുന്നുണ്ട്. പിന്നെ ഇത് കേരള ട്രാഫിക് മോഡാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം കേരളയിൽ കൂടെ പോകുന്ന വണ്ടിയായിരിക്കും. KSRTC സെട്ടാ. ഞാനൊന്ന് അങ്ങോട്ട് ഇത് 1 വേ ആണെന്ന് തോന്നുന്നു. KSRTC റൈറ്റ് സൈഡിൽ കൂടെ പോകുന്ന. അപ്പോൾ നമുക്ക് ഏതായാലും റൈറ്റിൽ കൂടെ പോയിട്ട് ലെഫ്റ്റിൽ കൂടെ കയറി നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. മിക്കവാറും ചങ്ങായി വട്ടം വെക്കും. ഇല്ല യെസ്, നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ടാണ്. ഇതും 1 വേ ആണ് ഗൈസ്. ഇത് 2 1 വേ ആണ്. ഒന്ന് അങ്ങോട്ടുള്ള വഴിയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് കൂടെയാണ് പോകുന്നത്. നമ്മളെ മുന്നിൽ വേറൊരു വണ്ടി പോകുന്നുണ്ട്, ടാറ്റയുടെ ലോറി. നമ്മളങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിയാനായി. നമ്മളെ ലൈഫ് സ്റ്റിൽ 100 ആണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, ഫുള്ള് ചെളിയാണ് ഗൈസ് നമ്മളെ ബസ്സിൽ. അപ്പോൾ അങ്ങോട്ട് നിർത്തിയ നമ്മുടെ വീഡിയോ അവിടെ വെച്ച് കഴിയും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നിർത്താം. വണ്ടി നിൽക്കല്ലേ, വണ്ടി നിന്നാൽ അവിടെ നേരെ ഗ്യാരേജിലോട്ട് കാണിക്കും. ഇത് തട്ടോടാ, ഒന്നും കാണില്ല കേട്ടോ. ഏതായാലും ഇവിടെ നിർത്തണ്ട, കുറച്ചുകൂടി അങ്ങോട്ട് വെച്ച് നിർത്താം. ഹാൻഡ് ബ്രേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ല, നമ്മൾ നേരത്തെ ഒരു ചാലഞ്ച് വെച്ചിരുന്നു, 100% ആണെങ്കിൽ ലൈക്ക് ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ സൗണ്ടൊക്കെ ഇതാണ്. നമ്മൾ ടെർബോൻ്റെ ബാക്ക് ലൈറ്റ് ഗൈസ്. ടെർബോ എമർജൻസി എക്സിറ്റ് ആണ് ഗൈസ്. അടിച്ചൊറ്റ പൊട്ടിക്കലാണ്. നമ്മളെ സ്റ്റിക്കർ വർക്കൊക്കെ അത്യാവശ്യം അടിപൊളിയാണ് ഗൈസ് നമ്മളെ ടെർബോൻ്റെ വണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. നമ്മളെ വണ്ടി ഓഫാക്കാം. ഓക്കെ, ഹെഡ് ലൈറ്റ് ഒക്കെ ഓഫാക്കി, ഇൻഡിക്കേറ്റർ ഓഫാക്കണേ. ഓക്കെ, അയ്യോ വൈപ്പർ താത്തണം. വൈപ്പർ ഇതല്ലടാ താത്തുന്നേ. ഓക്കെ, താത്തിയുണ്ട്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.